മൂന്നാമതായിട്ട് പെർമനൻസ്. സിൻസ് സ്റ്റേറ്റ് ഇസ് പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോ ഈസ് സോവറൈൻറ്റി. രാഷ്ട്രം എന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാപനമായതിനാൽ സർവാധികാരവും സ്ഥിരമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂണിവേഴ്സാലിറ്റി. എല്ലായിടത്തും ലോകമെമ്പാടും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സാലിറ്റി എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ലോകവ്യാപകമായിട്ട് അത് നിലനിൽക്കുന്നു. സോവറൈൻറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റ് അണ്ടർ ഓൾ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻഏലിയനബിലിറ്റി. അങ്ങനെ പറഞ്ഞാൽ ഏലിയനൈസേഷൻ നടക്കില്ലാത്ത ഒരു കാര്യമാണ് സോവറൈൻറ്റി. അതായത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല, പുറത്തു നിന്നുള്ള ഒരാൾക്ക് കൈമാറേണ്ടതല്ല സോവറൈൻറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻഡിവിസിബിൾ. അതായത് പവർ ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല സോവറൈൻറ്റിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇസ് ഇംപ്രിസ്ക്രിപ്റ്റബിലിറ്റി. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഇൻകേപ്പബിൾ ആവുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഒരു സർവാധികാരം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് കുഡ് നോട്ട് ബി ടേക്കൺ എവേ ബൈ എനി വൺ. അതിനാണ് ഇംപ്രിസ്ക്രിപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് സോവറൈൻറ്റി. ഇപ്പോൾ സോവറൈൻറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എഴുതണം. ഇത് കൂടാതെ ഒരു ജനറൽ ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലെ സർവാധികാരത്തെ നിർവചിക്കുക എന്നുള്ളതാണ്. അത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ ഇതിൽ നിന്ന് ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതിയും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ തിയറിയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആൻസറിന് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.